കർഷകരുടെ സ്നേഹ സംഗമമായി കേരള ജൈവ സംരക്ഷണ സമിതിയുടെ പ്രതിമാസ സംഗമം പാലക്കാട് എലപ്പുള്ളിയിൽ നടന്ന കർഷക കൂട്ടായ്മ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അക്ഷയശ്രീ അവാർഡ് നേടിയ കർഷകരെ ആദരിച്ചു. സംസ്ഥാനത്തെ ജൈവ കർഷകരുടെ കൂട്ടായ്മയായ കേരള ജൈവ സംരക്ഷണ സമിതി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ താങ്ങും തണലുമാണ്. എല്ലാ മാസവും ഒരുമിച്ച് കൂടുന്ന ഇവർ ഇത്തവണ സംഗമിച്ചത് എലപ്പുള്ളിയിലെ അത്താച്ചി ഫാമിലാണ്. വർഷത്തിലൊരിക്കൽ ക്യാഷ് അവാർഡൊക്കെ കൊടുക്കുകയും പിന്നെ അതേപോലെ ഈ ഇവരൊന്നിച്ചു കൂടുന്ന സ്ഥലത്തൊക്കെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വിപണി ഒരുക്കി കൊടുക്കുന്ന സംവിധാനവും ഇവരെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ഇവർക്ക് വിൽക്കാൻ എന്തുണ്ടെങ്കിലും ഇവർക്കൊരു പശുവിനെ വിൽക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ 1 മിനിറ്റിനുള്ളിൽ അതിൻ്റെ വിൽപ്പന നടന്നിരിക്കും. ഇവർക്കൊരു വിത്ത് ആവശ്യമുണ്ടെങ്കിൽ, വളരെ അപൂർവമായൊരു ചെടി ആവശ്യമുണ്ടെങ്കിൽ, ഇവർക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ, ഒരു വിളയ്ക്കേണ്ട ഒരു രോഗത്തെപ്പറ്റി ഒരു കാര്യം അറിയണമെങ്കിൽ അതൊക്കെ ഒന്ന് കഴിഞ്ഞാൽ കൃഷിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അറിവെടുക്കുന്ന ഒരു വലിയ ഫാം സ്കൂളാണിത്. ഓരോ കൂട്ടായ്മയും കാർഷിക രംഗത്തെ മാറ്റങ്ങളും അറിവുകളും പങ്കുവയ്ക്കാനുള്ള വേദിയാണ്. നമുക്ക് അപൂർവമുള്ള സാധനങ്ങളൊക്കെ നാട്ടിലെ എല്ലാ സ്ഥലത്തും എത്തിച്ചേരലും എല്ലാ ഭക്ഷണ സാധനങ്ങളിലേക്ക് ഇത് മാറലും ആരോഗ്യം സംരക്ഷിക്കലുമാണ് ലക്ഷ്യം. പക്ഷേ കൃഷിക്കാർ മാത്രമല്ല നമുക്കുള്ളൂ, നല്ല മനസ്സുള്ളവരും ഇതിൻ്റെ ആൾക്കാരാണ്. നമ്മൾ നല്ല മനസ്സാണ് പ്രധാനം. കൃഷി ചെയ്യാൻ സ്ഥലമില്ല എന്നുള്ളത് കൊണ്ട് പ്രശ്നമല്ല, മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ കഴിയുക, എല്ലാവരായിട്ടും വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കഴിയുക, അല്ലെങ്കിൽ ഊണ് കഴിക്കുന്ന സമയത്ത് ഒരാൾ വന്നാൽ ഭക്ഷണം കഴിക്കാമെന്ന് പറയുക. അങ്ങനെയൊക്കെയുള്ളൊരു നല്ല മനസ്സിൻ്റെ ഉടമകൾക്കൊക്കെ ഇതിൽ അംഗങ്ങളാകാം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സമിതി അംഗങ്ങൾ യോഗത്തിനെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. അക്ഷയശ്രീ അവാർഡ് ലഭിച്ചവരെ കൂട്ടായ്മയിൽ ആദരിച്ചു. ഇനി അടുത്ത മാസത്തിലെ ആദ്യ ഞായറാഴ്ചയിൽ ഒത്തുകൂടാമെന്ന് പറഞ്ഞ് കർഷകർ കൃഷിയിടങ്ങളിലേക്ക് മടങ്ങി. ന്യൂസ് മലയാളം, പാലക്കാട്.